ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിപ്പോൾ കുറേ കാട്ടുചെടിയും കാട്ടുചേമ്പൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ. അപ്പോൾ ഈ ഒരു ചെടിയാണ് കലേഡിയം എന്ന് പറയുന്നൊരു ചെടിയാണ് ഇട്ടത്. ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഇഷ്ടം പോലെ കണ്ടുവരുന്ന ഒരു കാട്ടുചേമ്പാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പല നിറത്തിൽ പല വർണ്ണങ്ങളിൽ കാണപ്പെടുക. നല്ല ഭംഗിയാണ് കാണാൻ. മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഉണ്ടാവും. പാടത്തിൻ്റെ വക്കത്തും അതുപോലെ പറമ്പുകളിലും തെങ്ങിൻ്റെ എന്താ പറയുക കടക്കലും ഒക്കെ ഇഷ്ടം പോലെ ആയിട്ട് വളരുന്നതാണ്. നമുക്കാണിപ്പോൾ ഇതിനൊരു വിലയില്ലാത്തേ ഉള്ളൂ. പക്ഷെ പുറത്തുള്ള നല്ല സിറ്റികളിലൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണിത്. നല്ല ചട്ടികളിലൊക്കെ ആയിട്ട് നട്ട് പിടിപ്പിക്കുന്ന നല്ല രസമുള്ള പല വെറൈറ്റിയിലുള്ള ഒരു ചെടിയാണിത്. ഓൺലൈനിലൊക്കെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇലകളിലൊക്കെ ധാരാളം വർണ്ണങ്ങൾ കൊണ്ട് ആകർഷകമായ ഒരു അലങ്കാര സസ്യമാണ് കേട്ടോ കലേഡിയം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതിനെ ഒരു എന്താ പറയുക പൊതുവെ ഒരു കാട്ടുചെടിയായിട്ടാണ് കണക്കാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം, മാലാഖ ചിറകുകൾ എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അരേസി സസ്യകുലത്തിലാണ് ഈ ഒരു ചെടി പെടുന്നത്. ദക്ഷിണ അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും നമ്മുടെ നാട്ടിലെ മണ്ണിൽ ഇത് വളരെ നന്നായിട്ട് വളരും. പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ പാടത്തും പറമ്പിലൊന്നും വളരാൻ അധികം പ്രത്യേക പരിചരണമൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ചട്ടികളിലൊക്കെ വളർത്തുമ്പോഴേ വളം കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുള്ളൂ. പച്ച, ചുവപ്പ്, പിങ്ക്, റോസ്, പർപ്പിള്, വെള്ള എന്നിങ്ങനെയുള്ള നിറങ്ങളിലൊക്കെ പല തരത്തിലുള്ള ഡിസൈനുകളിലുള്ള കലേഡിയങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമാണ്. അതായത് വെള്ള ഓയിൽ പേപ്പർ കൊണ്ട് തീർത്തതാണെന്ന് തോന്നും നമുക്ക്. അങ്ങനെ അത്രയും സോഫ്റ്റാണ് തൊട്ട് കഴിഞ്ഞാൽ. ഇലകൾക്ക് നടുവിലൂടെ പല നിറങ്ങളിലുള്ള ഡിസൈനുകൾ പടർന്ന് പിടിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ റോസ് ലൈൻസ് ആവും ഇതിൽ കാണുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ വെള്ള ഡോട്ട്സ്, ചുവന്ന ഡോട്ട്സ്, അങ്ങനെയൊക്കെയുള്ള ഡിസൈനുകളിലാണ് കാണപ്പെടുക. കലേഡിയം ബൈക്കളർ എന്ന ഇനമായിരിക്കും നമ്മളെല്ലാവരും കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കുക. നമുക്കതായിരിക്കും കൂടുതൽ പരിചയം ഉണ്ടാവുക കണ്ടിട്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലകൾ വലുതായിരിക്കും, അതുപോലെ തന്നെ വെള്ളി കലർന്ന പച്ച നിറം ഉള്ളതുമാണ്. ഇതിന് തന്നെ പല വെറൈറ്റികളുണ്ട്, അത് നോക്കാം നമുക്ക്. അതിൻ്റെ ഒരു വെറൈറ്റിയാണ് കലേഡിയം ബൈക്കളർ മാക്രോഫില്ലം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയിൽ റോസ് പിങ്ക് പുള്ളികളുള്ള കടും പച്ച ഇലകളാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് വരുന്നത് കലേഡിയം ബൈക്കളർ റീഗയിലാണ്. ഇത് പർപ്പിൾ അരികുകളോട് കൂടിയ വെളുത്ത പുള്ളികളുള്ള പ്രകാശിക്കുന്ന പച്ച നിറത്തോടു കൂടിയ അഗ്രം കൂർത്തിട്ടുള്ള ഇലകളാണ്. അത് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്കത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചെടികളൊന്നും ഇപ്പോൾ കാണുന്നില്ല അധികം. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെയും കുറേയൊക്കെ കാണും. ഇപ്പോൾ ഒക്കെ വാടി വെയിലായതുകൊണ്ട് തന്നെ വെയിലത്ത് വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചാണ് ഇവിടുത്തെ പറമ്പുകളിലൊക്കെ നടന്നിട്ട്. അടുത്തത് വരുന്നത് കലേഡിയം ബൈക്കളർ ഡിവോസിയാനോ ആണ്. വെളുപ്പും പിങ്കു പുള്ളികളും ഉള്ള പച്ചയും ചുവപ്പും കലർന്ന ഇലകളാണ്. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കലേഡിയം പരമാവധി 45 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ ഉയരത്തിലേ വളരുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ചെടികളുടെ പുതിയ തൈകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ നിന്ന് വളരുന്ന ചെറിയ തൈകൾ പൊട്ടിച്ച് നട്ടിട്ടോ, അല്ലെങ്കിൽ ചുവട്ടിലെ ഉള്ളിക്കുടങ്ങൾ കിഴങ്ങുകൾ മാറ്റിയെടുത്തിട്ട് 20-25 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ചട്ടികളിൽ 1 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് നട്ടോ ആണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മാർച്ച് മുതൽ മെയ് വരെയാണ് അതിൻ്റെ ഒരു നടുന്ന സമയം. അപ്പോൾ മെയ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ മഴയാവും. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല നിറം മാറ്റം വന്നു തുടങ്ങും. അതിനാണ് ആ 2 മാസം നടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഈ ഒരു ചെടിക്ക് ചേരൂല കേട്ടോ. ചെടി ആ ഒരു കാലാവസ്ഥയിൽ ചെടി വളരില്ല. ധാരാളം തണലും നനവുമാണ് ഈ ചെടിക്ക് ഇഷ്ടം. അങ്ങനെയുള്ള അനുകൂല സാഹചര്യങ്ങളിലാണ് നന്നായിട്ട് വളരുള്ളൂ. ചാണകം ഇലപ്പൊടിയൊക്കെയാണ് വളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് തന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് ദ്രാവക രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്തു കൊടുത്താൽ മതി.
മഴ കഴിയുമ്പോഴേക്ക് ഇലകൾക്ക് നിറമാറ്റം വന്നു തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഇലകൾക്ക് നിറം മാറി വരുമ്പോൾ നന കുറയ്ക്കാം. പിന്നീട് അധികം അങ്ങോട്ട് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ചെടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പിന്നീട് നട്ട് പിടിപ്പിക്കണം എന്ന് തോന്നുമല്ലോ. അപ്പോൾ അപ്പോഴത്തെ സമയത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രധാന ചെടികളിൽ നിന്നിട്ട് അതിൻ്റെ ഉള്ളിക്കുടങ്ങൾ കിഴങ്ങുകൾ മാറ്റിയെടുക്കുക. എന്നിട്ട് ചെറിയ പെട്ടികളിൽ ഉണങ്ങിയ മണലിൽ നിരത്തി സൂക്ഷിച്ചാൽ മതി. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നടാൻ വേണ്ടി തോന്നുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ 1 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് നട്ട് അങ്ങനെ തൈകൾ വളർത്തിയെടുക്കുകയൊക്കെ ചെയ്യാം. ആർക്കും വേണ്ടാതെ ഒരു ഡിമാൻഡും ഇല്ലാതെ പറമ്പിലും പാടത്തും ഒക്കെ കിടന്നിരുന്ന ഒരു ചെടിയാണ് കാട്ടുചേമ്പാണ്. ഇപ്പം അതിൻ്റെ ഒരു എന്താ പറയുക നിലവാരം എവിടെയാണെന്ന് നോക്കി. ഓൺലൈനിൽ വരെ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു അലങ്കാര സസ്യമായിട്ട് മാറി. എല്ലാവരും പൊന്നുപോലെ കൊണ്ട് നടക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ചെടിയായിട്ട് മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.